ഹായ് എവരിവൺ, വെൽക്കം ടു ബ്ലൂ തോട്ട്സ് വ്യൂ. ദിസ് ഈസ് ഫെബിൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കേപ്പ് ഷാങ്ക് എന്ന് പറയുന്ന ലൊക്കേഷനിലാണ്. ഇവിടുത്തെ പ്രത്യേകതകളാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. ലൈറ്റ് ഹൗസും പൾപിറ്റ് റോക്കുമാണ് ഇവിടുത്തെ ആകർഷണീയത. ഇത് കേപ്പ് ഷാങ്ക്, മോർണിംഗ്ടൺ പെനിൻസുല നാഷണൽ പാർക്കിൽ വരുന്ന ഒരു ലൈറ്റ് ഹൗസും പെബിൾ ബീച്ചും പൾപിറ്റ് റോക്കും ആണ് ഇവിടെയുള്ളത്. മെൽബണിൽ നിന്നും ഏകദേശം ഒരു 100 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഏകദേശം 25,000 ആളുകൾ കേപ്പ് ഷാങ്കിൽ താമസിക്കുന്നുണ്ട്. ഈ ബീച്ചിൽ സ്വിമ്മിങ് നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ തിരമാലകളും അടിയൊഴുക്കും തെന്നി വീഴാൻ ചാൻസ് ഉള്ള പാറകൾ നിറഞ്ഞ ബീച്ചാണിത്. നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റ് നമ്മൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണമെന്നും പറയുന്നു. വേസ്റ്റ് ബിൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സാധാരണ ബീച്ചിലെ പോലെ ലൈഫ് സേവിംഗ് സർവീസസോ പെട്രോൾ സർവീസസോ ഇവിടില്ല. കടലിൽ വീണാൽ കഥ കഴിഞ്ഞു. എങ്കിലും പൾപിറ്റ് റോക്കും ലൈറ്റ് ഹൗസും കാണാനായി ധാരാളം ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. ആ കാണുന്ന ഒറ്റനായിട്ട് നിൽക്കുന്ന കല്ലാണ് പൾപിറ്റ് റോക്ക്. ഇതാണ് കേപ്പ് ഷാങ്ക് ലൈറ്റ് ഹൗസ്. 150 വർഷത്തിന് മേലെ പഴക്കമുള്ളതും ഇപ്പോഴും സെയിലേഴ്സിന് വഴികാട്ടിയായിട്ടുള്ളതുമായ ഈ ലൈറ്റ് ഹൗസ് സമുദ്രനിരപ്പിൽ നിന്നും 100 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 21 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിൻ്റെ വെളിച്ചത്തിന് 48 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഇത് ഈ പാർക്കിനകത്തോടെയുള്ളൊരു വോക്ക് വേ ആണ് ലൈറ്റ് ഹൗസിലേക്ക്. ആറ് മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യും. പക്ഷേ ലൈറ്റ് ഹൗസിനുള്ളിൽ കയറണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരണം. അപ്പോൾ നമുക്ക് ഗൈഡഡ് ആയിട്ടുള്ള ടൂർ ലഭിക്കുന്നതാണ്. നേരത്തെ ഈ കാണുന്ന വീട്ടിൽ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ്. ലൈറ്റ് ഹൗസിൻ്റെ ഡോം കണ്ടോ, ഏറ്റവും മുകളിൽ ചുവന്ന കളറിലുള്ളത്. ഏതാണ്ട് 48 കിലോമീറ്ററോളം ദൂരത്തിൽ ഇതിൻ്റെ വെളിച്ചം കടലിൽ കിട്ടുന്നത് മെൽബൺ ഷിപ്പ്യാർഡിലേക്ക് വരുന്ന കപ്പലുകൾക്കും ഇവിടെ നിന്ന് വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന ചെറിയ ബോട്ടുകൾക്കും ഉള്ള വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഏതാണ്ട് 150 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണ്. 1850
1959 ചുണ്ണാമ്പ് കല്ല് കൊണ്ട് പണിത ലൈറ്റ് ഹൗസ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്താണ് ഈ ലൈറ്റ് ഹൗസ് നിൽക്കുന്നത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉയരം എന്ന് പറയുന്നത് തന്നെ 21 മീറ്ററോളമാണ്. ഈ ലൈറ്റ് ഹൗസ് 1859 പണി കഴിപ്പിച്ചിട്ടുള്ളതാണ്. അതും ചുണ്ണാമ്പ് കല്ലുകൊണ്ട്. ഏകദേശം ഒരു 150 വർഷത്തിന് മേലെ പഴക്കമുള്ള ഈ ലൈറ്റ് ഹൗസിൽ ഇപ്പോൾ അനുവാദം കൂടാതെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ വാക്കിംഗ് ട്രാക്കുകളാണ് ഇവ. ഇതിൽ നിന്നും ബ്രോഡ് വോക്കും പെബിൾ ബീച്ചുമാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഈ പെബിൾ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് പൾപിറ്റ് റോക്ക് നിൽക്കുന്നത്. എന്തോ ഒരു കള്ളിച്ചെടികളാൽ സംരക്ഷിതമാണ് ഈ പാർക്ക്. വൈകുന്നേരങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുയലുകളെയും കാങ്കരൂസിനെയൊക്കെ കാണാൻ പറ്റും. പൾപിറ്റ് റോക്കിലേക്ക് പോകാനായിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ചെറിയൊരു ഇറക്കത്തോടു കൂടി എല്ലാവർക്കും തന്നെ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തു കൂടിയാണ്. വാക്കിംഗ് ട്രാക്ക് ഇവിടെയുണ്ട്. അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. നല്ല ഗ്രിപ്പുള്ള ഷൂ വേണം, അല്ലാന്നുണ്ടെങ്കിൽ തെന്നി അടിച്ച് താഴെ കിടക്കും. ഈ പോകുന്ന ട്രാക്കിൽ കൂടെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇടയ്ക്ക് മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നല്ല ഷെയ്ഡ് തരുന്നുണ്ട്. ഇവിടെ നല്ല സമ്മർ ടൈമാണ്. ഇപ്പോൾ 30 ഡിഗ്രിക്ക് മേലെ ചൂടുണ്ട്. ഇങ്ങനെയുള്ള ഷെയ്ഡ് മരങ്ങൾ ഇടയിലൂടെ ഉള്ളതുകൊണ്ട് വലിയധികം ചൂട് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പക്ഷേ താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ ശകലം പോലും മരം കിട്ടിയാൽ ഇനി ഇവിടുന്ന് പൾപിറ്റ് റോക്കിലേക്ക് ഒരു ബോർഡ് വോക്ക് നോക്കുകയാണ്. തടിപ്പലകളാൽ തീർത്ത പാലത്തിൽ കൂടിയുള്ള വോക്കാണത്. 400 മീറ്ററോളം പോകാനായിട്ടുണ്ട്. ഇതുകൊണ്ടോ ഈ വോക്ക് ഇവിടുന്ന് തുടങ്ങി അങ്ങ് പോയി താഴോട്ട് പോയി ഏകദേശം 400 മീറ്ററോളം ഈ വോക്ക് തന്നെ നടക്കും. ഈ ബോർഡ് വോക്കിൻ്റെ മേളിൽ നിന്ന് താഴോട്ടുള്ള കാഴ്ചയും താഴെ നിന്ന് മേളിലേക്കുള്ള കാഴ്ചയും ഭയങ്കര മനോഹരമാണ്.
ഞാനിപ്പോൾ ഏകദേശം പകുതി മുക്കാൽ ദൂരം താഴെ ഇറങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഇവിടെ നിന്നുള്ള ഓപ്പൺ സീയിലേക്കുള്ള ദൃശ്യം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് പെബിൾ ബീച്ച്. ഒത്തിരി ചെറിയ ചെറിയ ബോട്ടുകളുണ്ട് കേട്ടോ. ഇവിടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത്. ആ ലൈറ്റ് ഹൗസ് ആണ്ട് നിൽക്കുന്നു. അങ്ങനെ ബോർഡ് വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നമ്മൾ അവസാനം പൾപിറ്റ് റോക്കിൻ്റെ അടുത്തെത്തി. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വാർണിംഗ് അവർ തന്നിട്ടുണ്ട്. സഡൻ ലാർജ് വേവ്സ്, വലിയ തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ട്. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒഴുകി പോകുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് പൾപിറ്റ് റോക്ക് ഒന്ന് കാണാം. ആ നിൽക്കുന്ന ഒറ്റക്കൊമ്പനായിട്ട് നിൽക്കുന്ന ആ റോക്കാണ് പൾപിറ്റ് റോക്ക്. അതുകൊണ്ട് നൂറ്റാണ്ട് മില്യൻസ് ഓഫ് ഇയേഴ്സിന് മുമ്പുണ്ടായ എന്തോ അഗ്നിപർവ്വത സ്ഫോടനത്തിന് ഫലമായിട്ട് കടലിൽ രൂപപ്പെട്ട ഒരു റോക്കാണ് ഇത് എന്നാണ് വിക്കിപീഡിയയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചെറിയൊരു കടലെടുക്കുക, അത് മുറിച്ച് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം എത്താൻ പറ്റുന്നതാണ്. ഇതിലെയാണ് നമ്മൾ പൾപിറ്റ് റോക്കിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് പൾപിറ്റ് റോക്കിലേക്കുള്ള യാത്ര ശകലം ഹാർഡായിട്ടുള്ളൊരു യാത്രയാണ്. അതിന് കാരണം ഈ കല്ലുകൾ തന്നെയാണ്. ഇവ നനഞ്ഞു കിടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴും. ഒത്തിരി സ്ലിപ്പറിയാണ്. ഈ കാണുന്ന ക്ലിഫ്, അതിലേക്ക് കയറാൻ പാടില്ല എന്നുള്ള അവർ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ ലാർജ് വേവ്സ് അടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് മുഴുവൻ ഇളകിയിരിക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വരൂ, ഇനി നമുക്ക് പൾപിറ്റ് റോക്കിൻ്റെ അടുത്തേക്ക് പോകാം. മുഴുവൻ കാണുന്നത് ഓപ്പൺ സീ ആണ്. ബാസ് സ്ട്രൈറ്റ് എന്ന് പറയും. പക്ഷേ ഇത് ഇന്ത്യൻ ഓഷനുമായിട്ട് കൂടിച്ചേർന്നാണ് നിൽക്കുന്നത്. ഈ കടലിൽ ഏതാണ്ട് 100-120 വർഷം മുമ്പ് ഏതോ ഒരു സ്റ്റീം ഷിപ്പ് സിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം 1912 അത് വീണ്ടെടുക്കുക വേണ്ടി ചെയ്തിട്ടുണ്ട് അവർ.
അപ്പോൾ ഞാൻ നിൽക്കുന്നതിന് 3 സൈഡിൽ നിന്നും തിരമാലകൾ അടിച്ചു കയറുകയാണ്. മീൻ പിടിക്കാനായിട്ട് ആൾക്കാരുണ്ട്. ഇതാണ് മെയിൻലാൻഡ്. ഇത് പൾപിറ്റ് റോക്ക്. പറഞ്ഞ ക്ലിഫ്. അങ്ങ് കാണുന്ന സ്റ്റെയർ കേസ് കാണാൻ പറ്റുമോ? ഞാൻ സൂമിൻ ചെയ്യാം. അതുവഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ഇറ്റ്. പുതിയ വീഡിയോയുമായി വരുന്ന ആഴ്ച നിങ്ങളുടെ മുന്നിൽ.